ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏലിയ പ്രവാചകനെ കുറിച്ചാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. ഏലിയ പ്രവാചകൻ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യുകയില്ല എന്ന് പറഞ്ഞു. അത് സംഭവിച്ചു. ദൈവം അവനോട് പറഞ്ഞു, നീ കിറയത്ത് നദിയുടെ സമീപം പോയി ഒളിച്ചു താമസിക്കുക. അവൻ അപ്രകാരം ചെയ്തു. എന്നാൽ വരൾച്ച രൂക്ഷമായപ്പോൾ കിറയത്ത് നദിയിലെ ജലം വറ്റി. അവനോട് കർത്താവ് വീണ്ടും അരുളി ചെയ്തു, നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് സീദോനിലെ സറാഫത്തിൽ ചെന്ന് വസിക്കുക. അവൻ സറാഫത്തിലേക്ക് പോവുകയാണ്. സറാഫത്തിൻ്റെ പട്ടണ കവാടത്തിലെത്തിയപ്പോൾ ഒരു വിധവ അവിടെ വിറക് ശേഖരിക്കുന്നത് കണ്ടു. ദൈവം അവനോട് പറഞ്ഞിരുന്നു, നിനക്ക് ഭക്ഷണം തരുവാൻ സറാഫത്തിൽ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അവൻ കിറയത്ത് നദിയുടെ തീരത്ത് അവന് ഭക്ഷണം കൊണ്ടേ കൊടുത്തത് കാക്കയാണ്. അപ്പവും മാംസവും രാവിലെയും വൈകുന്നേരവും അവന് ലഭിച്ചിരുന്നു. എന്നാൽ അവൻ സിദോനിലെ സറാഫത്തിൽ എത്തിയപ്പോൾ ആ വിധവ വിറക് ശേഖരിക്കുന്ന കണ്ടു. അവനടുത്ത് ചെന്ന് അവളോട് പറഞ്ഞു, എനിക്ക് കുടിക്കുവാൻ ഒരു പാത്രം വെള്ളം കൊണ്ടുവരിക. അവൾ വെള്ളം എടുക്കുവാൻ വേണ്ടി പോയപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു, എനിക്ക് ഭക്ഷിക്കുവാൻ അല്പം അപ്പവും കൊണ്ടുവരിക. എനിക്ക് ഭക്ഷിക്കാൻ കുറച്ച് അപ്പവും കൊണ്ടുവരിക. അവൾ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണേ, എൻ്റെ കയ്യിൽ അപ്പമില്ല. കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയെ അവശേഷിച്ചിട്ടുള്ളൂ. ഞാൻ 2 ചുള്ളിവിറക് പറക്കി അത് കൊണ്ടുപോയി പാചകം ചെയ്യാൻ വേണ്ടി പാചകം ചെയ്ത് അത് ഞാനും എൻ്റെ മകനും കഴിച്ച് ഞങ്ങൾ മരിക്കും. അവൻ പറഞ്ഞു, നീ അപ്രകാരം ചെയ്തു കൊള്ളുക. ആദ്യമേ നീ എനിക്കൊരു ചെറിയ അപ്പം കൊണ്ടുവരണം. ബാക്കിയുള്ളത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. ഭൂമിയിൽ മഴ പെയ്യുന്നതുവരെ നിന്റെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും വറ്റുകയില്ല. മാവ് തീർന്നു പോവുകയോ ഭരണിയിലെ എണ്ണ വറ്റുകയോ ചെയ്യില്ല. അവൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. ആ വിധവയും മകനും ഏലിയായും അനേക നാൾ ജീവിച്ചു. പ്രിയ സഹോദരങ്ങളെ, പ്രവാചകൻ്റെ സ്വരം കേട്ട് വാക്കുകേട്ട് ജീവിച്ച വിധവയുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടക്കുകയാണ്. പ്രവാചകനോട് ദൈവം അരുളി ചെയ്യുന്നത് സംഭവിക്കുകയാണ്. പ്രവാചകനെ സഹായിക്കുന്ന ഒരു ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് അടുത്ത ദിവസം നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വരം കേട്ട് വിശ്വസ്തപൂർവ്വം മുന്നോട്ട് പോകുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാനും പ്രവാചകരോട് ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് അതനുസരിച്ച് ജീവിക്കുവാനും നമ്മളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അമ്മയെ ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.